إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ചുള്ള ജീവിതം എല്ലാ സമയ സന്ദർഭങ്ങളിലും നിലനിർത്തി വിശുദ്ധ റമദാനിൽ സൽക്കർമ്മ മേഖലയിൽ മാത്സര്യം കാണിച്ച് അള്ളാഹുവിലേക്ക് നിരന്തരമായി അടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃതവാന്മാരിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീത രാപ്പകലുകളിൽ ഇതിനകം നമ്മൾ നിർവഹിച്ച സർവ്വ സൽക്കർമ്മങ്ങളും നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ ശേഷിക്കുന്ന ഏറെ നിർണായകമായ അവസാനത്തെ 10 ഉൾപ്പെടെ നിർണയത്തിൻ്റെ രാവടക്കം ലഭിക്കുന്ന ഏറെ നിഅമത്ത് സിദ്ധിക്കപ്പെടുന്ന സത്യവിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. പൂർണ്ണമായ റമദാനിനെ നേടിയെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ, ആഫിയത്തും ആയുഷ്ദൈർഘ്യവും അനുഗ്രഹമായി അനുവദിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ ആദ്യ പകുതി പിന്നിട്ടിരിക്കുകയാണ്. 16ാമത്തെ നോമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ വിശുദ്ധ റമദാൻ നമ്മിലേക്കെത്തി വിവിധ തരത്തിലായി പ്രതിദിനം ഇസ്ലാമികമായ തസ്കിയത്തിൻ്റെയും തഖ്വയുടെയും തർബിയത്തിൻ്റെയും വളർച്ച നമ്മൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയിൽ മനസ്സംസ്കരണമാണ് വളരെ പ്രധാനം. ആത്മാവിനെയാണ് സംസ്കരിക്കേണ്ടത്. രാത്രി നമസ്കാരത്തിൽ സൂറത്തുൽ അഅല എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്. സൂറത്തുൽ അഅലയിലെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നുമുണ്ട്. ഖദ് അഫ്ലഹ മൻ തസക്ക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആത്മപരിശുദ്ധി വരുത്തിയവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന റമദാനിൻ്റെ ഈ പരിശീലന പാഠശാലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്ന അനശ്വരമായ ലോകത്ത് വിജയിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട മാനദണ്ഡം അത് തന്നെയാണ്. ആമുഖമായി ഓതിവെച്ച ആയത്തിൽ വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, അള്ളാഹുവെ പുനരുദ്ധാരണ നാളിൽ എന്നെ നീ അപമാനിതനാക്കരുത്, നിന്ദ്യനാക്കി കളയരുത് എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു എന്ന പ്രാർത്ഥനയായി പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിനം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ നിഷ്കപടമായ പാപരഹിതമായ ഹൃദയവുമായി പടച്ച റബ്ബിനെ അഭിമുഖീകരിക്കുന്നവർക്ക് മാത്രം രക്ഷയും മോക്ഷവും ലഭിക്കുന്ന ലോകത്ത് എന്നെ നീ അപമാനിതനാക്കരുതേ എന്ന അള്ളാഹുവിനോട് സ്വർഗപ്രവേശനം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ പോലും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഖൽബുൻ സലീം, നിഷ്കളങ്ക ഹൃദയം സമ്പാദിക്കാനും ഹൃദയത്തെ സംസ്കരിക്കുവാനും ഇത്രമേൽ അനുകൂലമായ മറ്റൊരവസരം നമുക്കില്ല. അതുകൊണ്ട് ആ പ്രക്രിയയിലൂടെ, അത്തരം പ്രവർത്തനങ്ങളിലൂടെ, ദിക്ർ ദുആകളിലൂടെ, തൗബ ഇസ്തിഗ്ഫാറുകളിലൂടെ, രാത്രി നമസ്കാരങ്ങളിലൂടെ ഒക്കെ അതിൻ്റെ നിയ്യത്തനുസരിച്ചുകൊണ്ട് അതിലെ പ്രതിഫലേച്ഛയും വിശ്വാസ ദൃഢതയും ഉറപ്പുവരുത്തി മുന്നേറണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വ്രതാനുഷ്ഠാനത്തിൽ ശാരീരികമായ സൗഖ്യവും സംസ്കരണവും ഉണ്ടാകുകയാണ്. ആത്മസംസ്കരണത്തിൻ്റെ കൂടെ ശാരീരികമായ തസ്കിയത്തും ഉണ്ടാകും. ആരോഗ്യത്തിൻ്റെ ആത്മീയതയും ആത്മീയതയുടെ ആരോഗ്യത്തിനും ആക്കം ലഭിക്കുന്ന, വർധനവ് ലഭിക്കുന്ന, അനുഗ്രഹം ലഭിക്കുന്ന സവിശേഷമായ മാസമാണിത്. ആ ഒരർത്ഥതലങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അതിൻ്റെ കൂടെ ഇസ്ലാമിക ഉമ്മത്ത് ഈ ഒരു മാസക്കാലയളവിനെ സാമ്പത്തിക സംസ്കരണത്തിന് വേണ്ടിയിട്ടും പ്രത്യേകം ഉപയോഗപ്പെടുത്താറുണ്ട്. സദഖ ഈ ഒരു മാസത്തിൽ നിർവഹിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം പറയേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റിന് സമാനമായി അർരീഹുൽ മുർസല എന്നാണ് സദഖ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് സദഖ നിർവഹിക്കപ്പെടാനും സദഖ നൽകാനും ദാനധർമ്മങ്ങൾ നീക്കിവെക്കാനും ഏതൊക്കെ അവസരങ്ങൾ, ഏതൊക്കെ സംവിധാനങ്ങളിലൂടെയാണോ ലഭിക്കുന്നത് എങ്കിൽ ഓരോ ദിനത്തിലും ലഭിക്കുന്ന അവസരങ്ങളിലുമൊക്കെ നമ്മുടെ സമ്പത്തിന്റെ നിശ്ചിത ഭാഗം സ്വതക്കയായി തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട്. അത് സാമ്പത്തിക രംഗത്തുള്ള സംസ്കരണത്തിലേക്കും വലിയ പ്രതിഫലത്തിലേക്കും നമുക്ക് വരാനിടയുള്ളതും വന്നിരിക്കുന്നതുമായ പരീക്ഷണങ്ങളിൽ പടച്ചറബ് തുറവിയായി ദാനധർമ്മം ആപത്തിനെ തടുക്കുമെന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള അനുഗ്രഹം അതുവഴി നമുക്ക് ലഭിക്കും. എന്നാൽ അതിൻ്റെ കൂടെ നിർബന്ധമായി സാമ്പത്തിക രംഗത്ത് നമ്മൾ നിർവഹിക്കേണ്ട സക്കാത്ത് നിർവഹണം. അതിന് വർഷം കണക്കാക്കുന്നത് കൊണ്ട് റമദാനിനെയാണ് നമ്മൾ കാത്തിരിക്കാറുള്ളതും അതിൻ്റെ നിസാബ് കണക്കാക്കി പലപ്പോഴും അത് കൊടുക്കപ്പെടാറുമുള്ളത്. എന്നാൽ സക്കാത്തും റമദാനും തമ്മിൽ ബന്ധമൊന്നുമില്ല. കാരണം വർഷം തികയുമ്പോൾ ഒരാൾ ശവ്വാലിലാണ് കച്ചവടം തുടങ്ങിയത് എങ്കിൽ വർഷം കണക്കാക്കൽ അടുത്ത ശവ്വാലിലാണ്. അതേപോലെ റബീഉൽ അവ്വലിലാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്കിൽ അടുത്ത റബീഉൽ അവ്വലിലാണ്. എന്നാൽ റമദാനിൽ കണക്കാക്കി ശീലിച്ചതുകൊണ്ട് 12 മാസം, ഒരു റമദാൻ ടു അടുത്ത റമദാൻ എന്ന നിലക്ക് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തി വർഷം നിർണയിച്ചു കൊടുക്കേണ്ടതിൽ ഹാല അലൈഹിൽ ഹൗലു, വർഷം തികഞ്ഞു കൊടുക്കേണ്ട സക്കാത്ത് ഇനങ്ങളെ റമദാൻ അനുബന്ധമായി ആ മാസവും വർഷവും ഒക്കെ കണക്കാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ എല്ലാ സക്കാത്തിന്റെ ഇനങ്ങളും വർഷം കണക്കാക്കപ്പെടുന്നതല്ല. കൃഷിയുടേത് എപ്പോഴാണോ വിളവെടുക്കുന്നത് ആ സമയത്താണ് അത് കൊടുക്കേണ്ടത്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിർബന്ധ നമസ്കാരം നിർവഹിക്കുന്നത് പോലെ വ്രതാനുഷ്ഠാനത്തിന്റെ നിർബന്ധ ഘടകങ്ങൾ, ഷർത്തുകൾ പൂർത്തീകരിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ അതിലുപരിയായിക്കൊണ്ടുള്ള നിഷ്കർഷ കാണിക്കേണ്ടതാണ് സക്കാത്ത് നിർവഹണത്തിൽ എന്ന ബോധം ഇസ്ലാമിക ഉമ്മത്തിൽ ഉണ്ടാകണം. അതിൽ ഉദാസീനത വരുത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹിക ലോകത്തും നമ്മെ പരീക്ഷിക്കുകയും പരലോകത്ത് അതിനേക്കാളും വലിയ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് ഔദാര്യമായി നൽകിയിട്ടുള്ളത്. അൽ മാലു മാലുല്ലാ, നമ്മൾ വിചാരിക്കാൻ നമ്മുടെ കഴിവും മികവും ഒക്കെ അനുസരിച്ച് ഉണ്ടാക്കിയതാണ് എൻ്റെ സമ്പത്ത് എന്നൊക്കെ നമ്മൾ പറയും. ആരുടേതുമല്ല. മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അസറ്റൊന്നും നമ്മുടെ കൂടെയില്ല. ഒക്കെ അനന്തരാവകാശികളിലൂടെ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകും. നിശ്ചിത കാലയളവിലേക്ക് ഉപയോഗപ്പെടുത്തുവാനും ധർമ്മം നിർവഹിക്കുവാനും നന്മ കാണിക്കുവാനും ജീവിതത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ ഖൈറുല്ലാ, അള്ളാഹുവിൻ്റെ ഖൈറായി, ഫളുല്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യമായി, അൽ ഖിയാം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പുമായിട്ട് നിശ്ചിത കാലയളവിലേക്ക് പല ഭാഗങ്ങളിലൂടെ പല മേഖലകളിലൂടെ അള്ളാഹു നമുക്ക് അസറ്റ് നൽകി, സമ്പത്ത് നൽകി എന്ന് മാത്രം. അപ്പൊ സാമ്പത്തിക രംഗത്തും പടച്ച റബ്ബിലേക്ക് നമ്മൾ നിർബന്ധ ദാനം നിർവഹിക്കണം, പ്രീതി കാംക്ഷിച്ച്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിക്ക് നമ്മുടെ സംസ്കരണത്തിന്റെ അവസരം നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ അമാന്തം കാണിക്കുവാനും പാടില്ല. വിശുദ്ധ ഖുർആനില് സക്കാത്ത് നമസ്കാരത്തിന്റെ കൂടെയാണ് ജോയിൻ ചെയ്ത് പറഞ്ഞത്. അഥവാ അതിൽ നിരന്തരമായി നിങ്ങൾക്ക് ബോധമുണ്ടാകണം, ബന്ധമുണ്ടാകണം, ഓർമ്മിച്ചെടുക്കണം എന്ന രൂപത്തിലാണ് ആ പ്രയോഗം. 27 സ്ഥലങ്ങളിലാണ് വഅഖീമുസ്സലാ വആതുസ്സക്കാ, വിശ്വാസികളായ ആളുകൾ
പരലോകമോക്ഷം ആഗ്രഹിക്കുന്നവരൊക്കെ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അപ്പൊ സക്കാത്ത് കൊടുക്കുക എന്നത് വിശ്വാസി സമൂഹത്തിന്റെ ഈമാനിക ജീവിതത്തിന്റെ നിർബന്ധ അടയാളമാണ്. പക്ഷേ പല ആളുകളും അതിൽ അശ്രദ്ധ കാണിക്കുകയാണ്. അതിൽ നിസാബ് നോക്കുന്നില്ല, അതിന്റെ കണക്ക് നോക്കുന്നില്ല. പല വിധത്തിലായിട്ട് അങ്ങനെ കൊടുത്ത് ഞാൻ സക്കാത്തിനേക്കാളും കൂടുതലായി കൊടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നവര്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ധർമ്മങ്ങളൊക്കെ കൊടുത്തതൊക്കെ സക്കാത്തിലേക്ക് വരവ് വെച്ചാൽ കൊടുക്കപ്പെടുന്നത് അർഹതപ്പെട്ട സക്കാത്തിന്റെ ആളുകൾക്ക് ലഭിക്കുന്നതാണോ എന്ന് ആലോചിക്കാത്ത ആളുകൾ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ലോഹർ നമസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ 4 റക്അത്ത് കൃത്യമായി ലോഹർ നമസ്കരിക്കണം. അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ സക്കാത്ത് എന്ന നിയ്യത്തിൽ എത്രയാണോ ഉള്ളത് എങ്കിൽ ഓരോ ഇനത്തിന്റെയും അളവും നിസാബും കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ സക്കാത്ത് ആ നിയ്യത്തിൽ കൊടുത്തു വിട്ടണം. അങ്ങനെയാണ് ആ കർമ്മം നിർവഹിക്കപ്പെടേണ്ടത്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ സക്കാത്തായി തീരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കൊടുക്കപ്പെടുന്നതിൽ സക്കാത്തിന്റെ അർഹരുണ്ട് എങ്കിൽ അത് സക്കാത്ത് വിട്ടപ്പെടും. പക്ഷേ അത് ഏത് രൂപത്തിലാണ് കൊടുക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പാവപ്പെട്ട 8 വിഭാഗങ്ങളുടെ, കടബാധിതരുടെയും മിസ്കീനുകളുടെയും ഫക്കീറുകളുടെയും മുഅല്ലഫത്തുൽ ഖുലൂബിന്റെയും ഫീ സബീലില്ലാ എന്ന് തുടങ്ങി 9-ാം അധ്യായം സൂറത്തു തൗബയിൽ, 8-ാം അധ്യായം സൂറത്തു തൗബയിൽ, 9-ാം അധ്യായം സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 8 വിഭാഗത്തിന്റെ അവകാശം നമ്മുടെ സമ്പത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മകളുടെ സമ്പത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭർത്താവിന്റെ ഭാര്യയുടെ സമ്പത്തിൽ ഉണ്ടാകാൻ പാടില്ല. സമ്പത്തിന്റെ വിവിധ ഇനങ്ങൾ, സ്വർണവും വെള്ളിയും കറൻസിയും കച്ചവടവും കാർഷികവും ഒക്കെ അടക്കമുള്ളതിൽ മറ്റുള്ളവരുടെ അർഹതപ്പെട്ട വിഹിതം നമ്മുടെ സമ്പത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലരും. ഹറാമ് കലർന്നു കഴിഞ്ഞാൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെയാകും, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടാതെയാകും, മക്കൾ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങും, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചു പോകും. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഹറാമ് സമ്പത്തിൽ, ഉപജീവനത്തിൽ കലർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൊടുക്കപ്പെടേണ്ടവർക്ക്, ലഭിക്കപ്പെടേണ്ടവർക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിന്റെ വിഹിതം നീക്കിവെക്കണം. സക്കാത്ത് സെല്ലിലേക്ക് അത് ഏൽപ്പിക്കണം. അവരെ അമാനത്തും ഉത്തരവാദിത്വവും ഏൽപ്പിക്കണം. അതൊരു 2.5%, അതല്ലെങ്കിൽ 5%, അതല്ലെങ്കിൽ 10%, അതല്ലെങ്കിൽ 20%. സക്കാത്തിന്റെ ഒരു ഇനം നാണയ ഇനമാണ് എങ്കിൽ അതിലാണ് സ്വർണവും വെള്ളിയും ശമ്പളവും കച്ചവടവും ബിസിനസ്സും ഷെയറും എല്ലാം അതിൽ ഉൾപ്പെടുകയാണ്. 2.5% കൊടുക്കേണ്ടത്. അതല്ല കൃഷിയാണ് എങ്കിൽ അതിൽ 5% നനച്ചിട്ടും ഒരുപാട് പണമിറക്കിയിട്ടും അധ്വാനം ചെലവഴിച്ചിട്ടും ഒക്കെയാണ് നമ്മുടെ ഒരു കേരളീയ പരിസരത്തിലെ കാർഷിക രീതികൾ എന്ന് പറയുന്നത്. അവർ 5%, 600 കിലോ അഥവാ 6 കിൻഡൽ അരിക്ക് സമാനമായ നാണ്യവിളകൾ ഉണ്ട് എങ്കിൽ അത് കുരുമുളകായിരിക്കാം, തേങ്ങയായിരിക്കാം, 600 കിലോക്ക് സമാനമായ അതിന്റെ പണം എത്രയാണോ അതിന് സമാനമായിട്ടുള്ള വിളവ് നമുക്ക് വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുകയാണ് എങ്കിൽ അതിന്റെ 5% സക്കാത്തായിട്ട് നീക്കി വെക്കണം. എന്നാൽ നാണയത്തിൻ്റെതാണ് എങ്കിൽ ശമ്പളമാകട്ടെ, കച്ചവടമാകട്ടെ, സ്വർണമാകട്ടെ, മറ്റേതുമാകട്ടെ അതിന്റെ 2.5% നീക്കി വെക്കണമെന്നാണ്. ഇതൊക്കെ പ്രായോഗികമായി എല്ലാ വർഷവും നമ്മൾ സക്കാത്ത് നിർവഹണത്തിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സംശയം തീരാറില്ല. എത്രയാ കൊടുക്കേണ്ടത്, എങ്ങനെയാ കൊടുക്കേണ്ടത്, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് സൂത്രവാക്യങ്ങൾ, ഒരുപാട് മാത്സ്, ഒരുപാട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും, SLC പ്ലസ് 2 ഒക്കെ പരീക്ഷ SLC നടന്നുകൊണ്ടിരിക്കുന്നു. പല പരീക്ഷകൾ കടന്നു വരാനിരിക്കുകയാണ്. പല കോഴ്സുകൾ നമ്മളൊക്കെ പാസ്സായിട്ടുണ്ട്, മക്കളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തെയും 6 മാസത്തെയും വലിയ ബുദ്ധിയും അതേപോലെ ദൈക്ഷണികതയും ആവശ്യമുള്ള കോഴ്സുകളുടെ കടമ്പകൾ കടന്ന് നല്ല ജോലിയിലും പ്രൊഫഷനൊക്കെ നേടിയെടുത്തവർക്കടക്കം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ തിരിച്ചറിയാൻ പാകത്തിലുള്ള സക്കാത്ത് വിഷയത്തിലുള്ള കാൽക്കുലേഷനും കണക്കെടുപ്പും കാര്യബോധവും അതിൻ്റെ അറിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കാൻ പറ്റുന്ന ആത്മീയമായിട്ടുള്ള തഖ്വ നേടിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ കണക്കിൽ വിഷയങ്ങളും ഡിസോർഡർ ഉണ്ടായത് കൊണ്ടല്ല. കണക്ക് വളരെ സിമ്പിളാണ്. അപ്പൊ അത് ആ 2.5%, 5% അതിന്റെ ഇനമനുസരിച്ച്. പിന്നെ നമുക്ക് കന്നുകാലികളുടെ സമ്പത്ത് ഏതായിരുന്നാലും വളരെ കുറവായിരിക്കും. അതും തന്നെ 40 ആടുണ്ട് എങ്കിൽ അത് നിസാബായി ഒരാടിനെ കൊടുക്കുക. അതല്ലെങ്കിൽ 5 ഒട്ടകമാണ് എങ്കിൽ, അതല്ലെങ്കിൽ 30 മാടുകളാണ് എങ്കിൽ, പോത്തോ പശു അങ്ങനെയുള്ളതാണ് മാടി എന്ന് പറയാം. ആട്, മാട്, ഒട്ടകം. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ വിരളമായിരിക്കും. എന്നാൽ അതുള്ള ആളുകൾ അതിൻ്റെയും നിസാബ് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പൊ നാണയ സമ്പത്താകട്ടെ, കാർഷിക സമ്പത്താകട്ടെ, കന്നുകാലി സമ്പത്താകട്ടെ, അതിലൊക്കെ കൊടുക്കപ്പെടേണ്ട രൂപത്തിൽ ആ സമ്പത്ത് നമ്മൾ അതിന്റെ സമ്പത്തിന്റെ സക്കാത്ത് നമ്മൾ നീക്കി വെക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ സ്വർണത്തിന്റെ സക്കാത്ത് അതിൽ പല ആളുകൾക്കും ഇപ്പോൾ വില കൂടിയത് കൊണ്ട് തന്നെ ആദ്യം കൂടുകയാണ്. ആദ്യം കൂടിയിട്ട് കാര്യമില്ല. അതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കപ്പെടും.
മരണപ്പെടുകയല്ലാതെ യാതൊരു നിവർത്തിയുമില്ല. ആരും ഇതുമായിട്ട് എവിടേക്കും പോകൂല. ഒരു 1/2 ഗ്രാമുമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ, ഉമ്മ മരിച്ചാൽ, വല്യുമ്മ മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ, മകള് മരിച്ചാൽ, ഇഷ്ടപ്പെട്ട ഒരു മോതിരം വിരലുണ്ട് എങ്കിൽ മോതിര വിരലിൽ ചെറിയൊരു മോതിരം 1 ഗ്രാമിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആരും അത് അവിടെ തന്നെ നോട്ടെ, ഭാര്യയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു, മകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു, അത് ആ ഖബറിലേക്ക് കൂടെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആരും പറയില്ല. അതൊക്കെ അഴിച്ചു വെക്കും. എന്നിട്ട് അങ്ങനെ കഫൻ ചെയ്തുകൊണ്ട് ഖബറിലേക്ക് അങ്ങ് മാറ്റപ്പെടുന്ന അവസ്ഥയാണ്. ശരീരത്തിന്റെ കൂടെ മറ്റൊന്നും ബന്ധിക്കപ്പെടുകയില്ല. ആരും ഒന്നും നമ്മൾ ഏറ്റെടുക്കൂല. കടബാധ്യത പോലും ഏറ്റെടുക്കപ്പെടുന്ന അവസ്ഥ. വാപ്പാക്കോ ഉമ്മാക്കോ വേണ്ടപ്പെട്ടവർക്കോ കടബാധ്യത ഉണ്ടെങ്കിൽ അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കും മുന്നിൽ നിന്നുകൊണ്ട്. എൻ്റെ സഹോദരൻ സാമൂഹ്യ ജീവിതം നയിച്ചിരുന്ന ആളാണ്. എൻ്റെ പിതാവ് കച്ചവടവും സാമ്പത്തിക ഇടപാടും കാര്യങ്ങളൊക്കെ നടത്തി സാമൂഹിക ഇടപാടുകളും ഒരുപാട് മനുഷ്യരുമായി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കടമിടപാടുണ്ട് എങ്കിൽ ഇന്ന ആളുകളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യണം, ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് മക്കളുടെ പേരൊക്കെ ഉറക്കെ വിളിച്ചു പറയപ്പെടും. പക്ഷേ ആ മക്കൾ തന്നെ പല കടത്തിലായിരിക്കും. എന്നിട്ടല്ലേ വാപ്പാന്റെ കടം വീട്ടല്. ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ. പക്ഷെ എവിടെയും നമ്മൾ അനൗൺസ്മെന്റ് കേൾക്കാറില്ല. വാപ്പ കച്ചവടക്കാരനായിരുന്നു, അതേപോലെ ഉമ്മാന്റെ അടുത്ത് അത്യാവശ്യം സ്വർണ്ണം ഉണ്ടായിരുന്നു. സക്കാത്ത് സെല്ലും മഹല്ല് ഭാരവാഹികൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വർഷത്തിലെ സക്കാത്തിന്റെ ഇനം ഉമ്മയോ ഭാര്യയോ ഭർത്താവോ വാപ്പയോ ആരെങ്കിലും അത് എൻ്റെ കുടുംബത്തിൽ ഈ മരണപ്പെട്ട് കിടക്കുന്ന ഈ പിതാവ് നൽകാനുണ്ട് എങ്കിൽ ഞങ്ങൾ മക്കൾ ആ വിഷയം ഏറ്റെടുക്കുകയാണ്. പിതാവ് നൽകേണ്ട സക്കാത്തിന്റെ ഇനം നൽകിയതിന് ശേഷമേ അനന്തര സ്വത്ത് വിഭജിക്കുന്നതിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും ഞങ്ങൾ കടക്കുകയുള്ളൂ എന്ന് വല്ല അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കാറുണ്ടോ? എവിടുന്ന് നമ്മൾ കേൾക്കുകയില്ല. ആരും ഇത് ഏറ്റെടുക്കൂല. ഇതൊക്കെ വിട്ടേച്ചുകൊണ്ട് ഈ ലോകത്തോട് നമ്മൾ പോകാനുള്ളതുമാണ്. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്തൊരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ പടച്ച റബ്ബ് ഈ ലോകത്ത് നമുക്ക് നൽകിയ നിഅമത്തുകൾ ഏതൊക്കെയുണ്ടോ ആ നിഅമത്തുകൾക്ക് യഥാവിധി അതിലെ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച് അതിൽ നന്ദി പ്രകാശനം നടത്തി മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും, അതല്ലെങ്കിൽ പ്രതികൂലമായിട്ടും വരും. അതുകൊണ്ട് ഈ നാണയത്തിന്റെ സക്കാത്തിന്റെ വിഷയത്തിൽ അത് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ അടിസ്ഥാന ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് എന്താണോ അതിന്റെ 2% കൊടുക്കണം. അത് പാവപ്പെട്ടവരുടേതാണ്, രോഗികളുടേതും അതേപോലെ തന്നെ നിരാലംബരുടെയും ഫക്കീറന്മാരുടേതുമാണ്. എന്തിനാണ് നമ്മൾ ഇത് കലർത്തുന്നത്? നമ്മൾ ഉദാഹരണത്തിന് പറയാറുണ്ട്, അങ്ങനെ കൊടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സാഹോദര്യവും സമത്വവും സമൂഹത്തിൽ ഉണ്ടാകുന്നതാണ്, സ്നേഹമുണ്ടാകും. കാരണം ഇസ്ലാമിലെ സാമ്പത്തിക സിസ്റ്റം അങ്ങനെയാ. തൊഴിലാളിയും മുതലാളിയും തമ്മിൽ ഈഗോയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. പണക്കാരനും പണിക്കാരനും തമ്മിൽ, പണക്കാരനും ദരിദ്രനും തമ്മിൽ സംഘട്ടനത്തിന്റെ ഭൂമിക ഇസ്ലാമിലില്ല. സർഗാത്മകമായി സക്കാത്ത് സ്വതക്ക നിർവഹണത്തിലൂടെ പരസ്പര സ്നേഹത്തിന്റെ ഊഷ്മളമായ ബന്ധത്തിന്റെ സമ്പത്തിന്റെ വർധനവിന്റെ വിശുദ്ധിയുടെ വലിയ മാനങ്ങളാണ് സക്കാത്തിലൂടെ ഇസ്ലാം വിശ്വാസി സമൂഹത്തിനും മാനവ സമൂഹത്തിനും നൽകിയിട്ടുള്ളത്. അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്ത ആളുകൾ അവരുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിവർത്തിച്ച് മെല്ലെ മെല്ലെ ഉയർന്നു വരികയാണ്. ഒരു വെത്തക്ക നമ്മളൊരു 25 കഷ്ണമാക്കി തീർത്തു കഴിഞ്ഞാൽ ആ 25 പീസുള്ള വെത്തക്കയിൽ നിന്ന് ഒരു പീസാണ് കൊടുക്കാൻ പറഞ്ഞത്, 2.5%. മനസ്സിലായി? നിങ്ങൾ ഒരു പീസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ 24 പീസും നമുക്കും മക്കൾക്കൊക്കെ കഴിക്കാം. ആ ഒരൊറ്റ പീസ്, സിംഗിൾ പീസ് കൊടുക്കുക. അങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടവരൊക്കെ ഓരോ പീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൾക്കൊരു ഫുൾ വെത്തക്ക കിട്ടുകയും വേണം. അത് സക്കാത്ത് സെല്ല് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിന്റെ വിതരണത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തിന്റെ മെയിൻ കോർ പരിഹരിക്കപ്പെടാത്ത, മെയിൻ പ്രോബ്ലം പരിഹരിക്കപ്പെടാത്ത, ഉപജീവന വഴി മുട്ടി നിൽക്കും എന്തെങ്കിലും അതിലേക്ക് കൊടുത്ത് എന്നാൽ ഒരു പൂർണ്ണതയിലേക്കോ അല്ലെങ്കിൽ ജീവിത നിലവാരം വീണ്ടും അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിലേക്കോ എത്താത്ത കോലത്തിൽ എന്തെങ്കിലും കൊടുത്താൽ പോരാ. പൂർണ്ണമായ പരിഹാരങ്ങൾ ഉണ്ടാകണം. അതാണ് ഇസ്ലാമിലെ മീനിങ് ഫുൾ സക്കാത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒരു കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൾക്ക് വീട് പണി പൂർത്തിയാകാതെ കടബാധിതനായി പ്രയാസപ്പെട്ട് ഒരു 500 സ്ക്വയർ ഫീറ്റ് വീട് പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത പ്രയാസത്തിലാണ് എങ്കിൽ ഒരു ഫുൾ വെത്തക്ക കിട്ടിക്കഴിഞ്ഞാൽ ആ വീട് പണി പൂർത്തിയാക്കാൻ കഴിയും. അടുത്ത ജൂൺ മഴക്കാലാകുമ്പോഴേക്ക് മക്കളെയും കൊണ്ട് ഈ ടാർപോളിനോ അല്ലെങ്കിൽ പൊളിഞ്ഞാടാറായ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വാടകയിൽ നിന്ന് രക്ഷപ്പെട്ട് ആ വീട്ടിലേക്ക് മാറി താമസിക്കാൻ കഴിയും. അപ്പൊ എല്ലാവരും ഒരു പോർഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം ഒരു മനുഷ്യർക്ക് കൊടുത്താൽ ഒരു 600 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ആപ്പ ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉപജീവന വഴിയിൽ മൊത്തത്തിൽ എടുത്തു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു ഫുൾ കിട്ടുകയാണ്. അഥവാ ഒരു എമൗണ്ട് ഒന്നിച്ച് കിട്ടുന്ന രൂപത്തിൽ സക്കാത്ത് കൊടുക്കപ്പെടണം. അപ്പം അങ്ങനെ കൊടുക്കപ്പെടുമ്പോൾ അതിൻ്റെ നിസാബ് അറിയണം. നിസാബ് അറിയണമെങ്കിൽ നിലവിലെ റൈറ്റുകൾ അറിയണം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ളത് കറൻസിയാണോ സ്വർണ്ണമാണോ എന്താണ് എന്ന് വിലയിരുത്തണം. അപ്പോൾ വെള്ളിയുടേത് 1 ഗ്രാമിന് 290 രൂപയാണ് ഇന്നത്തെ വെള്ളിയുടെ റൈറ്റ്. 595 ഗ്രാം 590, 596 എന്നൊക്കെ പറഞ്ഞു. ഏതായാലും 590 അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ പണത്തിന് സമാനമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു വർഷം തികഞ്ഞ പണമുണ്ട് എങ്കിൽ അത് നിസാബായി. അതിൻ്റെ 2.5% കൊടുത്തോളാം.
2.5% കൊടുക്കണമെന്നാണ്. ഇതേ കാൽക്കുലേഷനിലാണ് സ്വർണ്ണം ഉണ്ടെങ്കിൽ കൊടുക്കണം. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മത 590 ഗ്രാം വെള്ളിക്ക് സമാനമായ ആ പണത്തിന് സമാനമായ സ്വർണം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കണം എന്നാണ്. 590 അല്ലെങ്കിൽ 595 ഇൻറ്റു 290 എന്ന് പറഞ്ഞാൽ 1,72,550. അപ്പോൾ 1,73,000 റുപ്യ നമ്മുടെ കയ്യിൽ ഒരു വർഷം തികഞ്ഞ ബാലൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പണത്തിന് സമാനമായ സ്വർണ്ണം ഉണ്ടെങ്കിൽ അവർ 2 പവൻ ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കണം എന്നതാണ് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മത. കാരണം പ്രവാചകന്റെ കാലത്ത് സ്വർണവും വെള്ളിയും ഒരേ നിലവാരത്തിലായിരുന്നു. ഇന്നിപ്പോൾ ആമയും ആനയും എന്ന് പറയുന്ന അവസ്ഥയിലാണ് സ്വർണവും വെള്ളിയും എന്ത് ചെയ്യണത്, ദിർഹമും ദീനാറൊക്കെ കണക്കാക്കപ്പെടുന്നത്. ഇനി അതല്ല, നമ്മൾ ഒരു പൊതുസമൂഹത്തിലെ പണ്ഡിതന്മാരൊക്കെ മൊത്തത്തിലൊരു ഭൂരിപക്ഷ അഭിപ്രായം എന്നുള്ള നിലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാം. അതനുസരിച്ച് നിർവഹിക്കപ്പെട്ടാലും സാമ്പത്തിക രംഗത്ത് പരാധീനത അനുഭവിക്കുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പാവപ്പെട്ടവരുടേത് പരിഹരിക്കാൻ സാധിക്കും. അത് 85 ഗ്രാം 10.5 പവൻ എന്നാണ് നമ്മൾ പറയൽ. അപ്പൊ 85 ഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ 2.5% കൊടുക്കണം. അപ്പൊ 85 ഗ്രാം 10.5 പവൻ, ഒരു പവന് 1 ലക്ഷം, അതിലധികമാണ്. ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് എടുക്കാം, ഒരു കണക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ. 1 ലക്ഷം ഒരു പവൻ ഉണ്ട് എങ്കിൽ ഒരു 20 പവൻ സ്വർണ്ണമുണ്ട്. ആ 20 പവൻ 20 ലക്ഷം കൂട്ടുക. 10 ലക്ഷത്തിന് 1 ലക്ഷത്തിന്റെ 2.5% 2,500, 1 ലക്ഷത്തിൻ്റെത് 2,500, 10 ലക്ഷം 25,000, 20 ലക്ഷം 50,000. ഇതിനൊക്കെ നമ്മൾ സ്കൂളിൽ പോണത്, കണക്ക് പഠിക്കുന്നത് ഇഹലോകം പരലോകം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കാൽക്കുലേഷൻ നടത്തും. ഇപ്പോൾ സക്കാത്ത് കാൽക്കുലേറ്റർ, ഇസ്ലാം കവാടത്തിനൊക്കെ സക്കാത്ത് കാൽക്കുലേറ്റർ അതിലേക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇനമായാലും കൊടുക്കേണ്ടത് എത്രയാണെന്ന് അങ്ങോട്ട് പറയും, എത്ര കൃത്യമായിട്ട്. ഈ 2 ഓപ്ഷൻ ഉണ്ട്, 85 ഗ്രാമിന്റെ ഓപ്ഷൻ ഉണ്ട്, 590 ഗ്രാം വെള്ളിയുടേതിനനുസരിച്ച് സ്വർണ്ണത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതിന്റെ ഓപ്ഷനൊക്കെ അതിലുണ്ട്. ഏതായിരുന്നാലും അത് കാൽക്കുലേഷൻ നടത്തി 20 പവൻ ഉണ്ട് എങ്കിൽ അതിന് 20 ലക്ഷമാണ് എങ്കിൽ അതിന്റെ 2.5% 50,000 രൂപ സക്കാത്ത് സെല്ലിലേക്ക് സക്കാത്തിന് അർഹതപ്പെട്ടവരുടേതാണ്. അത് കൊടുത്തു വിട്ടണം നമ്മൾ. അത് നമ്മുടെ മകളുടേതല്ല. ആരാണോ ആ സ്വർണത്തിന്റെ ഉടമ, ഭാര്യയാണെങ്കിൽ ഭാര്യയാണ് ബാധിക്കുക. എങ്ങനെയാ ബാധിക്കല്? വല്ലദീന യക്നിസൂന ദഹബ വൽഫിദ്ദ, സ്വർണവും വെള്ളിയും നിധിയായി ശേഖരിച്ച് വെക്കുന്നവർ. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ അവരത് ചെലവഴിക്കുന്നില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, പ്രവാചകരെ അവർക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ചുള്ള വാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ഈ നിധിയായി വെച്ച ലോക്കറിൽ വെച്ച മഹല്ല് കമ്മിറ്റി അറിയാതെ, സക്കാത്ത് സെല്ലൊന്നും അറിയാതെ, ആരും അറിയാതെ ഒളിപ്പിച്ച് വെച്ച ഈ സ്വർണ്ണക്കണ്ടല്ലോ, അതൊക്കെ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തീ കൊണ്ട് അത് ചുട്ട് പഴിപ്പിക്കുന്നതാണ്. ഫതുക്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വളുഹൂറും, അവരുടെ പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും നെറ്റിത്തടങ്ങളിലും ഒക്കെ തുക്വ എന്ന് പറഞ്ഞാൽ അയൺ ചെയ്യുന്നതാണ്. അറബിയിൽ അതിന്റെ ഫെയില് രൂപമാണ് തുക്വ. മിക്വാത്ത് എന്നാണ് അറബിയിൽ അയൺ ബോക്സിന് പറയല്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഈ സ്വർണ്ണത്തകടുകളൊക്കെ അങ്ങനെ ഉരുക്കിയിട്ട് അവരുടെ പാർശ്വഭാഗങ്ങളിലും മുഖഭാഗങ്ങളിലൊക്കെ പടച്ചറബ് ഇങ്ങനെ അയൺ ചെയ്യാണ്, ശിക്ഷിക്കുക. ഹാദാമാ കനൽസു, എന്നിട്ട് പറയപ്പെടും, ഇതാണ് നിങ്ങൾ നിധിയായി ശേഖരിച്ചു വെച്ചത്. ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി. ഫദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. മാ കുൻതും തക്നിസൂൻ, എന്താണോ നിങ്ങൾ നിധിയായി സക്കാത്ത് കൊടുക്കാതെ മാറ്റിവെച്ചത് എങ്കിൽ അതിനുള്ള നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയാൻ. അപ്പൊ സക്കാത്ത് കൊടുക്കപ്പെടാത്ത മുതല് ഇഹലോകത്തും നാശമാണ്, പരലോകത്തും നമുക്ക് നാശമാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആതാഹുല്ലാഹു മാലൻ, അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകി, മേൽ പറഞ്ഞ കാർഷിക ഇനമാകട്ടെ, നാണ്യവിളകളാകട്ടെ, അതേപോലെ തന്നെ നാണയത്തിന്റെ വിവിധ ഭാഗങ്ങളാകട്ടെ, കന്നുകാലി സമ്പത്താകട്ടെ, ഏതൊക്കെയാണോ അതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് നമുക്ക് കിട്ടി. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഇനമില്ലാതെ മുന്നോട്ട് പോകൂലല്ലോ. മൻ ആതാഹുല്ലാഹു മാലൻ, ഒരു സമ്പത്ത് അള്ളാഹു നൽകി, ഫലം യുഅദ്ദി സക്കാത്തഹു, എന്നാൽ അതിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ മുസ്സില ലഹു മാലുഹു, അവന്റെ സമ്പത്ത് മാറ്റപ്പെടുകയാണ്, രൂപമാറ്റം വരുത്തുകയാണ്. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ശുജാഅൻ അഖറഉ ലഹു സബീബ ഒരു ഭീകര സർപ്പത്തിന്റെ രൂപത്തിലേക്ക് അവന്റെ സമ്പത്ത് മാറ്റപ്പെടുകയും അവനിലൂടെ അത് ചുറ്റി അവനത് കടിക്കുകയും ചെയ്യും. എന്നിട്ട് അത് പറയും, ഞാനാണിത്, അനമാലുക അനകൻസുക, ഞാനാണ് നിന്റെ നിധി, ഞാനാണ് നിന്റെ സമ്പത്ത് എന്ന സർപ്പം പറയുമെന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ പരലോകത്തേക്ക് വരാനുള്ള ശിക്ഷ ഇഹലോകത്താണെങ്കിലോ ഇത് നിർവഹിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ ഐഹികമായിട്ടുള്ള പരീക്ഷണവും പ്രയാസവും സമ്പത്ത് പടച്ചിറബി എടുക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിത്തീരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ കണിശത വിഷയത്തിൽ കാണിക്കുകയും പിന്നീട് വന്ന ഖുലഫാഉർ റാഷിദീങ്ങളും അതിൽ നിഷ്കർഷ പുലർത്തുകയും പ്രവാചകന്റെ മരണത്തിന് ശേഷം, പ്രവാചകൻ മരിച്ചല്ലോ, പ്രവാചകൻക്കാർ ഞങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നത് ബൈത്തുൽ മാലിലേക്ക്, പ്രവാചകൻ മരിച്ചതുകൊണ്ട് ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്നൊരു ടീം, വേറൊരു ടീം ഞങ്ങൾ പേഴ്സണലായിട്ട് അങ്ങനെ കൊടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലേക്ക് അതിന്റെ മസലകളും സക്കാത്തിന്റെ വിഷയങ്ങളും കൊണ്ടുപോയപ്പോൾ ഇസ്ലാമിക ലോകത്തിന്റെ പ്രഥമ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഫഖാല അബൂബക്കർ വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ, ആരാണോ നമസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിച്ചത് എങ്കിൽ അവരുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്. ഫഇന്ന സക്കാത്ത, തീർച്ചയായിട്ടും സക്കാത്ത് ഹഖുൽ
ഹഖുൽ മാൽ, അത് സമ്പത്തിന്റെ അവകാശമാണ്, സമ്പത്തിന്റെ ബാധ്യതയാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ മനഊനി ഇഖാലൻ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് തടയുകയാണ് എങ്കിൽ, ഇഖാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ സക്കാത്ത്, ഒട്ടകത്തെ കൊടുക്കുമ്പോൾ, ആടിനൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ കഴുത്തിൽ ഒരു കയറുണ്ട് എങ്കിൽ അതിനാണ് ഇഖാലി എന്ന് പറയുക. പ്രവാചകൻക്ക് നിങ്ങൾ ഒട്ടകത്തിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ, ഒട്ടകക്കുട്ടിയെ കൊടുക്കുമ്പോൾ ആ ഒട്ടകക്കുട്ടിയുടെ കഴുത്തിൽ അതിന്റെ കയറടക്കം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ആ കയറടക്കം എനിക്ക് തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ അവരുമായി ഞാൻ യുദ്ധം ചെയ്യുന്നു. കാനു യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി ലഖാതൽതുഹും അലാ മൻഇഹി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാ, അപ്പൊ സക്കാത്തൊക്കെ തടയപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ മതപരമായ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മീയ ലോകത്തും ഐഹിക ലോകത്തും പ്രയാസങ്ങളിൽ വരുത്തി വെക്കുന്ന അവിവേകം നമ്മൾ കാണിക്കാൻ പാടില്ല. നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ശരീരവും ആത്മാവും ഒക്കെ സംസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമ്പത്ത് സംസ്കരിക്കുക എന്നത് വിശ്വാസി സമൂഹത്തിന്റെ നിർബന്ധ ബാധ്യതയാണ്. അത് ഈ റമളാനിൽ അതിന്റെ കാൽക്കുലേഷൻ നടത്തുന്നവരൊക്കെ അത് കൃത്യമായിട്ട് നടത്തുകയും ചെയ്യണം. കുടുംബത്തിൽ അത് കൂടിയാലോചന നടത്തണം, അതിന്റെ നിസാബൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് മക്കൾ കഴിഞ്ഞ റമളാനിന്റെ തൊട്ട് മുമ്പ് ഷാബാനിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ഹദിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 15-20 പവനൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ മക്കളെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ സൽക്കാരത്തിന് നോമ്പ് തുറക്കൊക്കെ പുതിയാപ്പിളയും മകളും അതല്ലെങ്കിൽ മരുമകളും പിന്നെ സ്വന്തം മകനുമൊക്കെയായിട്ട് നോമ്പ് തുറയും കാര്യം ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിനിടക്ക് ആത്മീയമായ ഈ ചർച്ചകൾ കൂടി ഉണ്ടാകണം. എന്തായി സക്കാത്ത് കൊടുത്തോ, എത്രയാണുള്ളത്, സക്കാത്ത് കൊടുക്കപ്പെടേണ്ട ഇന്നിന്ന വളരെ അർഹതപ്പെട്ട ഒരു കേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മെയും മക്കളെയും സാമ്പത്തിക രംഗത്ത് രണ്ട് ലോകത്തും ക്ഷേമത്തിന്റെയും മോക്ഷത്തിന്റെയും ബറക്കത്തിന്റെയും നിലവാരത്തിലേക്ക്, ഈമാനിക ഇസ്ലാമിക തഖ്വ ജീവിതത്തിലേക്ക് ഈ സമയത്ത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിശഹരി റമളാനിൽ മുബാറക് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം അൽ-അമീൻ അൽ-ഖാഇൽ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ അനുഗ്രഹദാതാവായ സർവ്വലോക പരിപാലകനായ പടച്ച റബ്ബിന്റെ പവിത്രമായ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വസമയങ്ങളിലും പാലിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കി യഥാസമയങ്ങളിൽ നിർവഹിക്കേണ്ട വിധത്തിൽ നിർവഹിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നോമ്പ് 16 റമളാൻ 17 രാവിലേക്ക് കടക്കും. നാളെ റമളാൻ 17 വിശുദ്ധ റമളാൻ 17 ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അനിവാര്യമായ പോരാട്ടം ബദറും അതിലെ വിജയവും നടന്നത്. ബദറിൻ്റെ സന്ദേശങ്ങൾ പല രൂപത്തിലായിട്ട് ലഭിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും ബദരീങ്ങൾ ഓർമ്മിക്കപ്പെടുന്നു. ബദർ നേർച്ച, ബദറിന് പ്രത്യേക ഫംഗ്ഷനുകൾ, ബദറിന് പ്രത്യേക മജ്ലിസുകൾ, ഇങ്ങനെ പലതും ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ പങ്കെടുത്തു, സഹാബികൾ പങ്കെടുത്തു. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, തൗഹീദിൻ്റെയും തവക്കുലിൻ്റെയും തസ്കിയത്തിൻ്റെയും തഖ്വയുടെയും വിജയമാണ് ബദർ എന്ന് പറയുന്നത്. അതാണ് ബദറിൻ്റെ സന്ദേശം. ബദരീങ്ങൾ പടച്ച റബ്ബിനോട് തേടി പ്രവാചകന്റെ നേതൃത്വത്തിൽ അള്ളാഹു ഉത്തരം നൽകി. എന്നാൽ ഇസ്ലാമിക ഉമ്മത്ത് ബദറിനെ ജീർണതയിലേക്ക് കൊണ്ടുപോയി, വിശ്വാസ വൈകല്യങ്ങളിലേക്ക് കൊണ്ടുപോയി. ബദരീങ്ങളോട് തേടുന്ന അവസ്ഥയുണ്ട്, പാടില്ല. ബദരീങ്ങൾ ആരോടാണോ തേടിയത്, നിർണായകമായ പരീക്ഷണ ഘട്ടത്തിൽ ഉന്മൂലനത്തിന് വിധേയമാകാൻ സാധ്യതയുള്ള സമയത്ത് ബദരീങ്ങൾ ആരോടാണോ തേടിയതെങ്കിൽ ആ റബ്ബിനോട് തന്നെയാണ്. വന്നു ഭവിച്ച ഇന്നോ ഇന്നലെയോ നാളെയോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതും വരാനുള്ളതും നടന്നതുമായ എല്ലാ പ്രശ്നങ്ങളിലും വിശ്വാസി സമൂഹം അഭയം തേടേണ്ടത് എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, മരണമില്ലാത്ത, മയക്കമില്ലാത്ത, മറവിയില്ലാത്ത, സമീആയ, ബസീറായ, അലീമായ, ജബ്ബാറായ, മുതകബ്ബിറായ, മാലിക്കായ പടച്ച റബ്ബിനോടായിരിക്കണം. 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 9-ാമത്തെ ആയത്തിൽ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്നാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു ഉപവിഭാഗമാണ്. പെട്ടെന്ന് ലഭിക്കേണ്ട സഹായത്തേട്ടത്തിനാണ്, പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് പറയുക. ദുആഇന്റെ വിവിധ ഭാഗങ്ങളുണ്ട്, എല്ലാം അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, ആരാധനയുടെ മർമ്മവും മജ്ജയുമാണ് പ്രാർത്ഥന എന്ന്
പറയുന്നത്. ആ പ്രാർത്ഥന റബ്ബിനോടായിരിക്കണം തേടേണ്ടത്. അതുകൊണ്ടാണ് നോമ്പിന്റെ വിധിവിലക്കുകൾ പഠിപ്പിക്കുന്നതിനിടക്കൊരായത്ത്, വഇദാ സഅലക ഇബാദി അന്നി, പ്രവാചകരെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം, ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവൻ, അർത്ഥിക്കുന്നവൻ, ചോദിക്കുന്നവൻ, ആഗ്രഹം ബോധിപ്പിക്കുന്നവൻ എന്നോട് തേടട്ടെ, ഉജീബ്, ഞാൻ അവന് ഉത്തരം നൽകുമെന്നാണ്. അള്ളാഹു ഉത്തരം നൽകും. ബദരീങ്ങൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഉത്തരം നൽകി. അതാണ് ഇത് തസ്തഗീസൂന. അപ്പൊ ആ ദുആഇന്റെ ഇസ്തിഗാസ, അതിൽ തന്നെ ഇസ്തിആനത്ത്, ഇസ്തിഗ്ഫാർ, തൗബ, ഇസ്തിആദത്ത്, ശരണം തേടൽ, പാപമോചനം തേടൽ, തൗബ ചെയ്യൽ, പെട്ടെന്നുള്ള സഹായം തേടൽ, ഇങ്ങനെ പലതും, എല്ലാ പ്രാർത്ഥനയുടെ ഉപവിഭാഗങ്ങളും ഉൾച്ചേർന്നിട്ടുള്ളതുമൊക്കെ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അതിൽ അടിയന്തര സഹായത്തിന് വേണ്ടി പ്രവാചകന്റെ നേതൃത്വത്തിൽ സഹാബികൾ തേടിയതാണ്. 8-ാം അധ്യായം അൻഫാലിൽ 9-ാം സൂക്തത്തിൽ, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ, സഹായം തേടിയ സന്ദർഭം, ഫസ്തജാബ ലക്കും, അള്ളാഹു ഉത്തരം നൽകി. അള്ളാഹു ഉത്തരം നൽകും, യാതൊരു സംശയവും വേണ്ട. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്ന നാഥനാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പലതും നടക്കുമ്പോൾ പശ്ചിമേഷ്യയും ഇറാനും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ പടച്ചറബ് ഇടപെടാത്തത്, ഉത്തരം നൽകാത്തെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ബദരീങ്ങൾ ഉത്തരം ലഭിക്കപ്പെടാൻ പാകത്തിലുള്ള ജീവിത വിശുദ്ധി ഉണ്ടായിരുന്നു, കർമ്മവിശുദ്ധി ഉണ്ടായിരുന്നു, സ്വഭാവ സംസ്കാര വിശുദ്ധി ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെടുത്തി പടച്ചറബ് ഞങ്ങൾക്ക് ഉത്തരം നൽകണം, ഞങ്ങളുടെ കാര്യങ്ങൾ ശരിപ്പെടുത്തണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. തഖ്വ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. എപ്സ്റ്റീൻ ഫയലിലൊക്കെ അകപ്പെട്ടുകൊണ്ട് അതല്ലാത്ത രൂപത്തിലുള്ള ജീർണത ചെയ്ത്, മാത്രവുമല്ല തോന്നിവാസികളും അധർമ്മകാരികളും വംശീയ ഉന്മൂലനക്കാരെയും ഒക്കെ സഖ്യകക്ഷികളും സുഹൃത്തുക്കളുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എന്നിട്ട് അള്ളാഹു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കുന്നതല്ല. 2-2.5 വർഷത്തോളം ഗസയിലെ മനുഷ്യർ, അവിടെ 1 ലക്ഷത്തോളം മനുഷ്യര് വംശീയ ഉന്മൂലനത്തിന് വിധേയമായി. 10-25,000-ഓളം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. കയ്യും കെട്ടി അവരവരുടെ സുഖസുഷുപ്തിയിൽ നിന്നതാ. ഇതൊന്നും ഞങ്ങളെ ബാധിക്കൂല. പാവപ്പെട്ട ഗസയിലെ മനുഷ്യരുടെ പീഡിതരുടെ പ്രാർത്ഥന പടച്ചറബിന്റെ അക്കൗണ്ടിലുണ്ട്. അതൊക്കെ ഏതൊക്കെ കോലത്തിലാ നമ്മുടെയൊക്കെ സുഖ സൗകര്യങ്ങളിലേക്ക് പ്രതികൂലമായി കടന്നു വരിക എന്ന് പറയാൻ സാധ്യമല്ല. നിലപാട് ഉയർത്തിപ്പിടിക്കണ്ടേ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹ് നീതിയോടെയും അതേപോലെ നന്മയിലും കൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ, അന്യായം പ്രവർത്തിക്കുന്ന ഭരണാധികാരിക്ക് മുമ്പിൽ നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി ശബ്ദിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ജിഹാദാണ് എന്ന. ഇന്ന് ആ ജിഹാദ് നടത്തേണ്ടത് ട്രംപിന്റെ മുമ്പിലാണ് നടത്തേണ്ടത്. ഈ ഹദീസ് ഉയർത്തിപ്പിടിക്കുന്ന അഹ്ലുസുന്നയും ഷിയായിസും സോഷ്യൽ മീഡിയയിൽ അരങ്ങ് തകർത്തിട്ട് കാര്യമില്ല. അഹ്ലുസുന്നന്റെ ക്വാളിറ്റി, ഈ ജിഹാദിന്റെ വാക്ക് ഉച്ചരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാ അഹ്ലുസുന്നന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ. അത് ഉച്ചരിക്കാൻ കഴിയാത്ത സുഖിയന്മാരായ ഭരണാധികാരികളെ വെളുപ്പിച്ചെടുക്കുന്ന പദാവലിയുടെ പേരല്ല അഹ്ലുസുന്ന എന്ന് പറയുന്നത്. ഹുബ്ബുദ്ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള പ്രമത്തത കൊണ്ടും എല്ലാം പണയം വെച്ച് ഒന്നും മിണ്ടാത്ത രൂപത്തിൽ നടക്കുന്ന സമയത്ത് പടച്ചറബ് പല രൂപത്തിൽ ഇടപെടലുകൾ നടത്തും. അന്യായങ്ങൾ നടന്ന്, അപങ്കുരം അക്രമങ്ങൾ നടന്ന്, വംശീയ ഉന്മൂലനം നടന്ന് ഒരു പരമാധികാര രാജ്യത്തിലേക്ക് കടന്നു കയറി എന്തും ചെയ്യാമെന്ന് വിചാരിച്ച് ആരും ചോദ്യം ചെയ്യപ്പെടാനില്ല, ആരും പ്രസ്താവന എതിർത്ത് പറയാനില്ല എന്നിടത്തേക്ക് എത്തുമ്പോൾ വത്തഖൂഫിത്ന, നിങ്ങളൊരു കുഴപ്പത്തെ സൂക്ഷിച്ചു കൊള്ളുക. ആ കുഴപ്പവും പ്രശ്നവും അധർമ്മവും ഉണ്ടാകുമ്പോൾ മുണ്ടാതെ മൗനം വിദ്വാന ഭൂഷണം എന്ന നിലക്ക് അവനവന്റെ അധികാരവും അവനവന്റെ കാര്യങ്ങളും മാത്രം സംരക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പടച്ചറബിന്റെ ശിക്ഷയും ഇടപെടലും വരുമ്പോൾ ആ ശിക്ഷയും പരീക്ഷണവും മുഖാന്തരം വരുന്ന വിനാശങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾ അക്രമികളെ മാത്രമായിരിക്കൂല ബാധിക്കുക, എല്ലാവരെയും ബാധിക്കുമെന്ന ആയത്തുണ്ട്. റമദാനിൽ അവതരിക്കപ്പെട്ട ഖുർആനിൽ തിലാവത്ത് നടത്തുമ്പോൾ അതൊക്കെ നമ്മൾ വായിക്കാറുണ്ട് എങ്കിൽ അതിന്റെ ആശയം പല രൂപത്തിലൊക്കെ പല മേഖലകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യവും വിഷയത്തിന്റെ മെറിറ്റും നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ഉമ്മത്തിന് ഭരണീയരായിരുന്നാലും ഭരണാധികാരികളായിരുന്നാലും അള്ളാഹു സംരക്ഷണം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് തഖ്വണ്ടോ അള്ളാഹു പോംവഴി തരും. റിസ്ക് ഉപജീവനത്തെക്കുറിച്ചും പലതും പറയും. പക്ഷെ നമ്മുടെയൊക്കെ റിസ്ക് അള്ളാന്റെ അടുത്ത അള്ളാഹു വിചാരിക്കാത്ത രൂപത്തിൽ ഉപജീവനം നൽകും. കണ്ടീഷൻ നമ്മൾ പാലിച്ചാൽ മതി. തഖ്വ ഉണ്ടാകുക എന്നുള്ളതാണ്. 78-ാം അധ്യായം സൂറത്തുൻ നബയില് ഇന്നലിൽ മുത്തഖീന മഫാസ, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് വിജയസ്ഥാനമുണ്ട് എന്നാണ്. 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 128-ാമത്തെ ആയത്തിൽ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശുഭപര്യവസാനം അത് മുത്തഖീങ്ങളായ ആളുകൾക്കാണ്. മുത്തഖീങ്ങളാണോ നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുമെന്നാണ്. അതേപോലെ തന്നെ വഅലമു, നിങ്ങൾ അറിയണം അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായിട്ടും അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ് എന്ന്. അപ്പൊ തഖ്വയുണ്ടോ അള്ളാഹു കൂടെ ഉണ്ടാകും. തൗഹീദുണ്ടോ അള്ളാഹു കൂടെ ഉണ്ടാകും. തവക്കുലുണ്ടോ അള്ളാഹു നമ്മെ ഏറ്റെടുക്കും. ആ ഏറ്റെടുത്ത ചരിത്രമാണ് ബദറിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിന്റെ ആ സന്ദേശം ആ ഒരർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. പുതിയ കാലത്ത് ബദറിന്റെ വായന
വായനക്ക് വളരെ പ്രസക്തിയുണ്ട്. ഇസ്ലാമിക ഉമ്മത്ത് ബദരീങ്ങളുടെ നിലവാരത്തിലേക്ക് വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും ധാർമ്മികതയിലും മാറ്റിപ്പണിയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുവാൻ, അതുവഴി പടച്ചറബിലേക്ക് അടുക്കുവാനും അവന്റെ സംരക്ഷണം നേടിയെടുക്കുവാനും അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹ് ലഭിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ നാഥ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. റമദാനിക ജീവിതത്തെ നീ കൂടുതൽ അനുഗ്രഹീതമാക്കി തീർക്കണമേ റബ്ബേ. അള്ളാഹുവെ, വന്നു ഭവിച്ച പശ്ചിമേഷ്യയിലെ പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ അള്ളാഹുവെ അവയിൽ നിന്നും മോചനവും അതിജീവനവും പ്രദാനം ചെയ്യണമേ നാഥ. പീഡിത ജനവിഭാഗത്തിന് നീ സമാധാനവും സ്ഥൈര്യവും പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, സൈനിസ്റ്റ് സാമ്രാജ്യത്തെ യാങ്കി ഭരണകൂടങ്ങൾ ലോകത്ത് വിനാശങ്ങൾ വിതച്ച് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പാപികളാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. നാഥ നീ പരീക്ഷിക്കരുതേ, ശിക്ഷിക്കരുതേ. അള്ളാഹുവെ, നിന്നിലേക്ക് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ മടങ്ങാൻ സന്നദ്ധമാണ്. പടച്ചറബേ, ഞങ്ങളെ നീ സഹായിക്കണമേ. ഇസ്ലാമിക ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണമേ. നീതിയും മനുഷ്യാവകാശവും ഉയർത്തിപ്പിടിക്കുന്നവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ നാഥ. യാങ്കി സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അടിവേര് നീ അറുക്കണമേ നാഥ. അള്ളാഹു അവരുടെ കുതന്ത്രങ്ങളെ നിന്റെ തന്ത്രം കൊണ്ട് തകർക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ മഗ്ഫറത്ത് നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നീ സാഫല്യം നൽകണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اعز الاسلام والمسلمين، اللهم انصر اخواننا في فلسطين، اللهم انصر المظلومين في غزه، اللهم انصر المظلومين في ايران، اللهم انصر المظلومين في الشرق الاوسط، اللهم دمر من دمرهم، اهلك من اهلكهم، مزق من مزقهم. ربنا تقبل منا انك انت السميع العليم.